ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റ് സിൽക്ക് സാരി, അതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും എല്ലാം കൂടെ വരുമ്പോഴോ സോഫ്റ്റ് സിൽക്കിലാവുമ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ല, വെയ്റ്റ്ലെസ് ആണ്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ നോക്കി നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. ആ ഡിസൈനുകൾ നല്ല ഏത് കളറാണോ ബേസ് കളറ് അതിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഡിസൈൻ കൂടിയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ചെറിയ കട്ട് വർക്കുകൾ, സൈഡ് സ്കാലപ്പ് വർക്ക് വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസിൻ്റെ ബാക്കിലും ഡിസൈൻ, ബാക്കിലും സ്ലീവിലും ഡിസൈൻ വരുന്നുമുണ്ട്. ഇതിൻ്റെ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഏത് പ്രായക്കാർക്കും അനുയോജ്യം, നമുക്ക് വെയർ ചെയ്യാനൊക്കെ എളുപ്പമാണ്. വൺ ലെയറായിട്ടൊക്കെ വെയർ ചെയ്യാം. ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ സാരിയെ വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓരോ കളറുകളായിട്ട് നമുക്കൊന്ന് കാണാം. നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. വർക്കെല്ലാം സെയിമാണ് എല്ലാത്തേലും. ഇത് കണ്ടോ, നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, ഇങ്ങനെ സോഫ്റ്റ് സിൽക്കിൽ മാത്രമല്ല, ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെയാണ് ഉൾഭാഗം വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഈ സൈഡിൽ നമ്മുടെ ഈ പ്ലീറ്റ് എടുക്കുന്ന ഭാഗം വരെ വരുന്നുള്ളൂ. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാട്ടോ വരുന്നത്. ലോവർ പോർഷനിൽ ആ ഡിസൈൻ, ആ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക. 3075 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസും വരുന്നത്. നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാട്ടോ ഇത് വന്നിരിക്കുന്നത്. വർക്കെല്ലാം സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ല. പിന്നെ ഒന്നോടെ ഒന്ന് കാണിച്ചതാണ്, നമുക്കൊരു ഡൗട്ട് വരണ്ടല്ലോ. വിത്ത് ബ്ലൗസ് പീസിലും അതുപോലെ ബാക്കിൽ ഡിസൈൻ വരുന്നു, സ്ലീവിലും വരുന്നുണ്ട്. ഇതൊരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡായിട്ടാട്ടോ വരുന്നത്. അങ്ങനെ അങ്ങ് കറക്റ്റ് പീച്ചല്ല. അപ്പോൾ ഇതിൻ്റെ കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നോടെ വീഡിയോ കോളിൽ വ്യക്തമായിട്ട് കണ്ടിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. 3075 ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനും ഇങ്ങനെയാണ്. ഡിസൈൻ സെയിം, കളറിൽ മാത്രം മാറ്റുള്ളൂ, വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഇങ്ങനെ വരുന്നു. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസായാലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബാക്ക് പീസിൽ ആ ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ബാക്കിലും അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും. അതായത് സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അത് മാത്രമാണ് വരുന്നത് ബ്ലൗസിൽ. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനുകൾ വരിക. ഈ ഡിസൈൻ സെൽഫായിട്ട് തന്നെ, ഡിസൈനിൽ ഒരു മാറ്റവും ഇല്ല, കളറിൽ മാത്രമായിട്ടോ മാറ്റമുള്ളൂ. എങ്കിലും അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വിടർത്തി തന്നെ കാണിച്ചതാണ്. ഇങ്ങനെ തന്നെയാണ് ബോഡി പാർട്ട് വരിക. എല്ലാം സെയിം തന്നെ, സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നതും. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. റേറ്റ് 3075. നല്ലൊരു ബേജ് ഷെയ്ഡിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഡിസൈനുകൾ കണ്ടോ, നല്ല രസമായിട്ട് തന്നെ, നല്ല പെർഫെക്ഷനോടെ തന്നെ ഇത് വന്നിരിക്കുന്നു. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ഇതിൽ ചെറിയൊരു കട്ട് വർക്ക് വന്നിട്ടുണ്ട്. ബേസ് കളർ തന്നെ സ്വല്പം ഡാർക്കായിട്ട് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കുകളാണ്. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. സോഫ്റ്റ് സിൽക്കിലാണ്. നമുക്ക് വൺ ലെയർ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും നമുക്ക് ഈ സാരിയെ വെയർ ചെയ്യാൻ പറ്റും. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് ഇത്. റേറ്റ് 3075. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.